ഹലോ ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. എന്ത് ഷോടായി, എന്താ രസമല്ലേ. അപ്പോൾ അന്ന് ഇവിടെ ആവില്ല കേട്ടോ, അച്ഛനും നമുക്ക് പുറത്തേക്ക് പോയതാണ്. അപ്പോൾ നമുക്ക് എന്താ അവർ വരുമ്പോഴത്തേനും സർപ്രൈസ് ആയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ഇത് കടയിൽ പോയി വാങ്ങുന്നത് ഇപ്പോൾ എല്ലാവർക്കും പറ്റും, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കാന്ന് പറഞ്ഞതിലേ അത് വേറെ സംഭവമാണ്. പിന്നെ അവർക്കും ഇഷ്ടം അതാണ്. അപ്പോൾ നമുക്ക് എന്താ അവർ വരുമ്പോഴത്തേനും ചെയ്യാന്നുള്ള പ്രതീക്ഷ എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിൻ്റെ പകുതി ആകുമ്പോഴത്തേനും കയറും. ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരുവിധ ഐഡിയ ഇല്ല. ചപ്പാത്തി ചൂടാൻ മാത്രമേ കയറുള്ളൂ, പരത്താനും നോക്കി ഇങ്ങനെ സംഭവം ഒന്നും അറിയില്ല. എന്തായാലും നമ്മൾ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് കിടക്കാം. ചപ്പാത്തിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ത്യയുടെ ഒരു മെയിൻ മതി. ഗോതമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരുടെ ഒരു മെയിൻ ഘടകമാണ്. അത് തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? അതല്ല, ഈ ഇന്ത്യക്കാരത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതിന് കാരണം എന്താ, ചപ്പാത്തി. എവിടെ പോയാലും എങ്ങനെ പോയാലും ചപ്പാത്തി. അത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ കഴിച്ച് നമ്മളെന്തായാലും ചെയ്യാനുള്ള പരിപാടി നമ്മളിവിടെ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. കോലുണ്ട്, പക്ഷെ അതിന് മുമ്പ് നമുക്ക് മാവൊക്കെ റെഡിയാക്കണം. അപ്പോൾ അത് കേട്ടെ, നിങ്ങൾ പിന്നെ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചോ? സൈഡൊക്കെ എന്താ ഇന്ന് ക്യാമറ എടുത്തിട്ട് ആർഡർ ഞാൻ മുടി കെട്ടിയിട്ടോ. പോടാ. അപ്പോൾ എടാ അവർ വന്നടാ, അവർ വന്ന് വായു എന്നാ ഇല്ല. നിങ്ങൾ വരുമ്പോഴും ചപ്പാത്തി ഉണ്ടാക്കി എന്തായാലും പൊളിഞ്ഞു. കുറച്ച് നേരം നോക്കണേ, ഞങ്ങൾക്ക് വരുമ്പോഴേക്കും കഴിക്കായിരുന്നില്ല. എന്നാലും അല്ല, പിന്നെ ഞാൻ പിന്നെ ലാഗ് ആക്കി അപ്പം അച്ഛൻ ചപ്പാത്തി വില എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കൂടിയാലും പിന്നെ എന്തെങ്കിലും കട്ടിയൊക്കെ കൂടിയല്ലേ സഹിക്കാം. നല്ല കൊണിയുണ്ട് വീഡിയോ നിന്നിട്ട്. ചപ്പാത്തി ആവോ? ആ മിക്കവാറും അങ്ങനെ ആവാൻ സാധ്യത. ചപ്പാത്തി നേരെ ചപ്പാത്തി ഉണ്ടാക്കി തരുമുണ്ട് കേട്ടാ, രണ്ടാളും കൂടി പറയാനൊന്നും. നിങ്ങളെ ബാക്കിയാണെങ്കിൽ എന്നപ്പോ ആ ചപ്പാത്തി എന്നിട്ട് ബാക്കി എന്തെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിച്ച് വരുമ്പോ വിചാരം മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യുക, വിചാരം മാത്രമേ ഉള്ളൂ. അറിയായിരുന്നു ബാക്കിയാവൂലേ പിന്നെ. അതാണ് എന്താ ചപ്പാത്തി ഉണ്ടാക്കല്ലേ, ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കുന്ന വേഗം. എടാ പൊന്നാര മോനെ, ഇനിയിപ്പോൾ പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാവില്ല, കാരണം ബൈക്കിൻ്റെ കയ്യിലാണ്. അടക്കെന്തെങ്കിലും പറയണത് എനിക്ക് എന്തും പറയാം. അങ്ങനെ ചോദിക്കുക വാങ്ങാൻ പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എന്താ അറിയുമോ, ഇനിയിപ്പോൾ നേരെ വിഴുകും, നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. എൻ്റെ അപ്പോൾ നമ്മളിതാ ആടാ ഇന്നെന്താ ഗോതമ്പൊടി. അപ്പോൾ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു പ്രാവശ്യമൊക്കെ എന്താ പറയുക ആ ഇതിൽ വരുന്നതാണ്, പിന്നെ വരില്ല. അപ്പോൾ ഈ സാധനം ഗോതമ്പൊടി ഇത് നമുക്ക് എന്ത് ചെയ്യണം വെച്ചിട്ട് ചെറിയൊരു പാത്രത്തേക്ക് ആക്കണം. അതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് എന്ത് ചെയ്യണം, നമുക്കത് മിക്സ് ആക്കണം. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. രസമുള്ള പരിപാടിയാണ്. അപ്പോൾ നേരെ കിടക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് ഇടാൻ ഞാനിത് സംസാരിക്കുന്നത് വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചത്. ഷോണി എടാ ഇത് മുഴുവൻ കുറച്ചൊക്കെ ഷോക്ക് എടുത്ത് പകുതി വെക്കുക. അവല് ആദ്യം ഇതിലിട്ടിട്ട് പിന്നെ ഒന്ന് പകുതിട്ടാലോ. അപ്പൊ ചപ്പാത്തി പരത്താൻ പൊടി വേണ്ടടാ. ഇതുപോലെ ചപ്പാത്തി പരത്താൻ പൊടി മതി മതി. ഇന്ന് പുട്ടായ വല്ല കുഴപ്പമുണ്ടാവോ ചപ്പാത്തിക്ക് പകരം? അതല്ലേ ചപ്പാത്തി ഇതിപ്പോ ജലല്ലേ ആദ്യം സ്പൂണിൽ വെക്കണം, ചൂടുള്ള
നിങ്ങൾക്ക് പിന്നെ അടുക്കളയിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള കാരണേ നല്ല ചൂടുള്ള സാധനം കുഴച്ചിട്ടും വെളിച്ചെണ്ണയിൽ ചപ്പാത്തി ചൂടുള്ള പാത്രം ഷോ നിർത്തി പണിയെടുക്കാം പട്ടിപ്പണി ആയാലും വേണ്ട ഇച്ച് പണിയെടുക്കും ഞാൻ പറയും. ഞാൻ കുഴച്ചല്ല ചൂടുണ്ടാവും നല്ലോണം. ഞങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞ നിങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞ സാധനം ഇതിപ്പോ ഇകളായോ ഉണ്ടാക്കുന്നത്? അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ഇങ്ങനെ തള്ളലിന്നത് ഞങ്ങള് വരുമ്പോഴേക്ക് ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ ഞങ്ങക്ക് കഴിക്കായിരുന്നില്ല. നമുക്ക് എല്ലാവരും കൂടി ഞങ്ങള് ഒന്നുകൂടി പോയിട്ട് വരും. ഒന്നുകൂടി പോയിട്ട് പോരെ. ഒരു പ്രാവശ്യം അടിച്ചാൽ പിന്നെ അടിച്ചാ ഏക്കൂല സംഭവം വർക്കൗട്ട് സത്യം പറഞ്ഞപ്പോൾ ഞങ്ങളല്ല ഇട്ടപ്പോൾ ഉണ്ടാക്കണത്. അല്ല കുഴക്കണതൊക്കെ ഞാൻ ഇപ്പൊ കുഴക്കണേന്റെ ബെസ്റ്റാ. ഉപ്പ് കൂടുതൽ കുടുംബം കുഴക്കുക, കുടുംബം കളിക്കുക, അതിനൊക്കെ ബെസ്റ്റാണ്. വെളിച്ചെണ്ണൊന്നും ഒഴിക്കൂല. ഇത് പൊറോട്ടല്ല. പൊറോട്ടയിൽ വെളിച്ചെണ്ണ വയ്ക്കാൻ ഞാനറിയാം. അത് പോയി തിന്നലേക്ക് മാത്രം നോക്കിയാ പോരെ, ഇടയ്ക്ക് അയക്ക് നോക്കണേ. പൊറോട്ട ഒക്കെ തിന്നണം പറ്റും ചെല്ലുള്ളൂ. ആരുണ്ടാക്കണം ചെല്ലോ. ബംഗാളികൾ ഇങ്ങനെ ഹായ് വാ. ഇത് മഞ്ഞ കളർ, ഏട്ടൻ്റെ കളറ്. ഞാൻ എന്താ പറഞ്ഞത്, ഈ ഉപ്പൊക്കെ അതിലേക്ക് വേണം ചിലപ്പോൾ ഉപ്പ് കുറച്ച് കൂടും. അപ്പം നമുക്ക് കുഴച്ചിട്ട് കാണാം. മറ്റേ പരസ്യമില്ലടാ ഊത്. അടക്കാ പരസ്യന്റെ സംഭവം കറക്റ്റാണ്. പരസ്യം ഇനി മരക്ക് വിട്ട് വയനാട്ടത്തിന്റെ പരസ്യം മാറിയിരിക്കണേ വിട്ടക്ക്. അൻ്റെത് മാറുണ്ട്. ഇന്നലെ ആക്കി ആ പെണ്ണിങ്ങനല്ലേ ഇവ പരസ്യം നല്ല കാണും. പരസ്യം നമ്മൾ കാണണല്ലോ. നമ്മൾ ഇപ്പോൾ നമുക്ക് ഇതൊന്ന് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നവരെ പരസ്യമുള്ളതുകൊണ്ടല്ലേ, അത് മനസ്സിലാക്ക്. പിന്നെ വേറെ കാര്യം കേട്ടോ, നമ്മളെ വീഡിയോക്ക് നല്ല റെസ്പോൺസ് ഉണ്ട് അല്ലേ? അതെ അതെ, തള്ളക്കി വിളി ഒഴിച്ച് ഇല്ല അത് വരാം. മുക്കടല്ലിരി അങ്ങോട്ട് പോയിക്ക് മുക്കാണ്ടേക്ക് കുറെ കളിക്കല്ലേ. വേണ്ടപ്പാ ഞാൻ കുറച്ച് ഇനിയിപ്പോ അതിൽ വന്നിട്ട് ഈ ഷോ കാണിക്കാനാണ്. ഓൾറെഡി ഇതിൽ ഉപ്പുണ്ടാവാ. വേണ്ട, ഒരാളുപ്പുണ്ട്, ഇനി അടുത്താണ് ഉപ്പ് കൂടി വേണ്ട. അതാ ഞാൻ ബാത്റൂം പോയി വന്നിട്ടുള്ളൂ. എന്താ പറഞ്ഞാണ് ഗൈസ്, ബാത്റൂമിലൊന്നും പോയിട്ടില്ല. ബാത്റൂമിൽ കുളിക്കൂല്ല, പല്ലേക്കൂല്ല, കൈ വൃത്തിയിട്ട് കഴിയുക. അപ്പോൾ ഒരേക പ്രശ്നം ഇനി നമ്മളെന്താ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് അറിയാം. നമ്മൾ ഉണ്ടാക്കാൻ പോകും. ഉണ്ടാക്കുന്നത് നമ്മൾ എല്ലാ രീതിയിലും ഉണ്ടകൾ കിട്ടുന്ന ഒരാളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏത് പരീക്ഷേൻ്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലും ഉണ്ട കിട്ടുന്നവരാണ്. ഉണ്ട ഉണ്ടാക്കിയാൽ മതി. ഈ ഉണ്ടനെ കുറ്റം പറയരുത്. ഈ ഉണ്ട ഉണ്ടാക്കിയ ഇന്ത്യക്കാരാ. അല്ല ശേ വട്ടുണ്ടാക്കി, വട്ടല്ല മറ്റേ പൂജ സോറി സീറോ ഉണ്ടാക്കിയ ഇന്ത്യക്കാരാണ്. അതിന് ഈ സീറോ കൊണ്ടാണ് ഈ കുടിക്കുന്ന ബട്ട ഉണ്ടാക്കിയത്. ഈ ബട്ട കൊണ്ടാണ് കല്ലുകൊണ്ട് ബേസിലുള്ള വട്ടം, ഈ മാർക്കിലുള്ള 100-ലുള്ള ഒരു 2 വട്ടം. അതിന് നമ്മൾ പുച്ഛിക്കാൻ പാടിയ 100 മാർക്ക് കിട്ടണമെങ്കിൽ 2 വട്ടം കിട്ടണം, എന്നാലും 100 മാർക്ക് കിട്ടുള്ളൂ. ഐക്യലെവൽ ഉണ്ടയ്ക്ക് ഒരു പാട്ടല്ലേ, ഉണ്ടയ്ക്ക് പറ്റിയ പാട്ട്. ഉണ്ട 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 ഉണ്ടയ്യ ഒത്തില്ലടാ, കൊത്തില്ല, കൊത്തിൻ്റെ മകനെ കൊത്തില്ല. അമ്മ സംതിങ് എന്തെങ്കിലും എന്താ അറിയില്ല. ഞാൻ എന്താ അറിയോ, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എന്തെങ്കിലും ചെറിയൊരു പണിയെടുത്ത് അപ്പോൾ ഇറക്കും. അതുകൊണ്ട് സുഖമായല്ലോ, പണിയെടുക്കണ്ട വേർക്കും. ജിമ്മിനൊക്കെ പോയി ഞാൻ ചെല്ലുമ്പോൾ തന്നെ വേർത്തിട്ടുണ്ടോ, വേർത്തിട്ടാണ് ഞാൻ ചെല്ലുമ്പോൾ. അവിടുത്തെ വാശറൊക്കെ വയ്ക്കും. എന്താ വർക്കൗട്ട് പെർഫെക്റ്റ് ഉണ്ടാ. എന്താണ് പെർഫെക്റ്റ് ഉണ്ടാണ്? ഇനി നമുക്ക് എന്താ പറയുക, ഇനി പരത്തുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. ഉണ്ട 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 അരി ഉണ്ട
അരിയുണ്ട ഇനി എന്താ ചെയ്യേണ്ടത് അരിയുണ്ടല്ലേ ഇല്ല അത് പിന്നെടുക്കാം അലക്ക് വിശക്കില്ല കുംഭകർണനാടാ സത്യക്കാരോട് ചോദിച്ചത് എന്താ ഗൈസ് വിശക്കുമ്പോ ഞാൻ പറഞ്ഞതാ നമ്മൾ ഇതിനു മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്താണ് മീൻ പൊള്ളിച്ചത്, പിന്നെ ഒരു തണ്ണിമത്തൻ, അങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം ചെയ്യൽ എന്താ അറിയുമോ, ഗണപതിക്ക് കൊടുക്കാറുണ്ട്. ആദ്യം ഇവനാ കൊടുക്കല്, എന്നിട്ട് ഞങ്ങൾ കഴിക്കാറുള്ളൂ. എന്താ പറയുക, അത്രയ്ക്ക് എന്താ എനിക്കറിയില്ല എന്താ സംഭവം. ഇത് എങ്ങടെ കൂടി പോണത് അതറിയണ കഴിവാണ്. ഇത് എങ്ങടെ കൂടി പോണത്. എത്ര തിന്നാലും കുഴപ്പമൊന്നുമില്ല ആള്. പിന്നെ വയറ് നിറഞ്ഞാലും നിറയാത്ത മാതിരിയാണ്. നമ്മളൊക്കെ കുറച്ച് തിന്നാൻ തന്നെ മൊത്തവും എന്നോട് ഒരു കാര്യം പറയലേ, ഇക്കെ ചെയ്യാതിരുന്നാ പറ്റൂല. പേരൊക്കെയാണ് പറക്കുന്നത്, അറിയില്ല, വെറുതെ പൊടിയിടൂ. ഇത് ഷെഡ്യും ത്രികോണവും കോണവും എല്ലാമായാണ് ഞങ്ങളൊന്നും പറയണത്. ചിലപ്പോൾ ഇത് ഭക്ഷണത്തെ ആക്ഷേപിക്കുകയല്ല. ഇത് മതിയാ, ഇനി ഇതെന്താ ഇത് ഇങ്ങനെ ആക്കിയിട്ട് പൊടിയിൽ മുക്കണം. ഇങ്ങനല്ല ഞാൻ പറ്റി തരാം. നമ്മൾ എന്ത് ചെയ്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു ചപ്പാത്തി പൊരുത്താൻ പോലും അറിയാത്തവരൊക്കെ ഇന്ത്യയിൽ എന്തിനു ജീവിക്കുന്നു? ഇന്ത്യയിൽ ജീവിക്കണം, ചപ്പാത്തി പരത്തുന്നവർക്ക് മാത്രമേ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. എന്താ ചപ്പാത്തി പരത്തുന്നവർ ഇന്ത്യയിൽ ജീവിക്കും? ഞാനങ്ങനെ സോഷ്യലിസ്റ്റ് തന്നെയല്ല, മറ്റേ സംഭവമല്ല ജി. കണ്ണിലൊന്നല്ലല്ലോ പൊടിയിട്ട്, കണ്ണിൽ പൊടിയിട്ടൊന്നല്ലേ ചെയ്ത്. നോക്കട്ടെ, മെല്ലെ വേദനിക്കുന്ന ചപ്പാത്തിക്ക് വേരക്കോടാ. വേറെ ഷേപ്പായിട്ടാവും കിട്ടില്ല. നിങ്ങൾ ഇതിനെ കുറിച്ച് എന്ത് വിചാരിച്ചു? ഞാൻ നിസ്സാരക്കാരനല്ല, ഐ ആം വെരി വെരി എന്താ പറയുക, നിസ്സാരക്കാരനേ അല്ല. ഓ അപ്പൊ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് മാറും, അതൊന്നും പറയാൻ. ഷേപ്പ് ആകുമ്പോ മാറും. അപ്പൊ കുറച്ചുകൂടി പൊടിക്കും മേലെ. വിട് അയ്യോ, ഞാൻ നിരപ്പം മറിച്ച്. അവ ചട്ടി കച്ചിട്ട് മറിച്ച. ഇത് നിങ്ങൾ ദയവായിട്ട് ഒറിജിനലുമായി ഇതിനൊരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ. ദയവ് ചെയ്ത് നിങ്ങൾ അത്ര പ്രതീക്ഷകളുമായി ഈ വീഡിയോ കാണരുത്. നീ ഭാഗം പറ്റും. വിട് നീ എൻ്റെ ഐഡിയകളൊന്നുമില്ല. നീ ഇവിടെ ഏത് ഭാഗം? നീ ഭാഗം ഈ ഭാഗം കേട്ടോ. ആടാ ഇവന്റെ ബുദ്ധിയല്ലേ അറിയാം. നാട്ടു കട്ടി കൂട്ടി സൈഡ് വത്താൻ കട്ടി കുറയ്ക്കും. സ്ഥലം ഞാൻ മാറി. കുറച്ചും കൂടി റൗണ്ട് ആക്ക്. നീ വലിപ്പം വെക്കണം. അത് നിറഞ്ഞോട്ടെ അച്ഛാ. മാറി ഇവര് സ്ഥലം ഉണ്ടാക്കി ഒരു ചപ്പാത്തി എത്തേക്കണേ. 5 സെന്റ് സ്ഥലം ചപ്പാത്തി പരത്താൻ വേറെ വാങ്ങേണ്ടി വരുമെന്ന്. ഇവന്റെ പെണ്ണിന് സുഖമായി, ചപ്പാത്തിക്ക് പരത്ത ആളായി. രണ്ടും കൂടി 5 സെന്റ് സ്ഥലത്തിന് ചപ്പാത്തി എടുത്തിക്കോ. ഞാനൊന്ന് പറ്റൂട്ടപ്പോ. ചപ്പാത്തി പ്രായടാ, ചപ്പാത്തി പ്രായ. ഇത് ഉണ്ടാക്കിയ സാധനം എനിക്ക് എടുക്കാറിയാം. നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തി ഇനി നമുക്ക് പരത്തണ കാണാം. അല്ല പരത്തല്ല, ഇനി ചൂടാ. ഞാനൊന്നും ഇറ്റ്സ് യുവർ ടേൺ ബേബി. ഞാടു കുറച്ച് ഷോക്കുണ്ടോ ഒക്കെ സഹിക്കുക.
കുരുട്ടെടുക്കേ മതിയുടെ പരത്തട അവൻ ഷെഡ് ഉണ്ടാക്കുക. ഞാൻ പരത്തു. അവ മെല്ലെ പരത്തി. ഇത് സ്പീഡിൽ പരത്താം. അവിടെ ഇത് സാരായ പോരെ, ഷേപ്പായ പോരെ. ഇത് വേറെ ഷേപ്പായ എടുത്തൊന്ന് ക്ലിയർ ആക്കി ഞാൻ അവിടെ ഷേപ്പ് ഇട്ടിട്ട് അവിടെ ഇവിടെ ഫില്ലാക്കി വിടറോ. ഇതെന്താ ഷേപ്പ്? ഇതെന്താ ഷേപ്പ്? ഇത് ഷെഡ് ഇതിങ്ങനെ എടുത്ത ഷെഡ്. അങ്ങനല്ല അടക്ക്. ഇത് വേറെ സാധനം. ഇനി മതി എനിക്ക് മനസ്സിലായി ഏകദേശം എൻ്റെ കാര്യം. അല്ലടാ ഈ ഓർഡർ കേട്ടോ. എടാ ഈ ഷെഡ് പഴയ ഷെഡുകൾക്ക് ചെറിയ ചെറിയ തോളുണ്ടാവുന്നത് സ്വാഭാവികമാണ്. അതല്ലേ അത് വേണ്ടേ പ്രോ കളി മാത്രം. ഇനി ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി ഇതാ കണ്ടാ, ഇതിനും സൂപ്പറായിട്ട് ഇനി ഇതായിട്ട് ഉണ്ടാക്കും. അയ്യോ അതിന് സൂപ്പറായിട്ടാ. ആ അതിന് സൂപ്പറായിട്ട്. എടാ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ബാക്കിയും പറയണില്ല, ബാക്കി പറയാൻ ഓർപ്പിട്ടറിയാം. കണ്ടോടാ ചപ്പാത്തി നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആൺകുട്ടികൾ കാണേണ്ട കാര്യമാണ്. ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കും കണ്ടോ. ആദ്യം ഇങ്ങനെ ആക്കാം. അവിടെ തന്നെയല്ലേ ഞങ്ങൾ എടുക്കാം. അപ്പൊ എന്റെ ഷേപ്പായില്ലേ ചെറുതായിട്ട്. അപ്പൊ താഴെ തൊട്ടൂല കണ്ടാ. അമ്മ ഇത് കണ്ട് വെള്ളം ഇറക്കണ്ട, ഞാൻ അടുക്കളയുടെ ഭാഗത്തേക്കേ വരില്ല. ഇതുവരെ കട്ടി വാ. നമ്മളെടുത്ത ടാസ്ക് ഇവനക്ക് തിന്നാറില്ലേ ഇതൊക്കെ മതി. നമ്മളെടുത്ത ടാസ്ക് നമ്മൾ തന്നെ തീർക്കുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ന്യായം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലത്തെ ചില കീടങ്ങളൊക്കെ കയറി നമ്മളെ പ്രശ്നമല്ല. പൊട്ടനനുസരിച്ച് ഓരോ കീടം വിളിച്ചത് നമുക്ക് അടുത്ത കമൻട്രിയിൽ കൊടുക്കാം. അപ്പൊ അത് പിടിച്ചാ മൂത്രയ്ക്കാനോ എന്താ നിങ്ങളാ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരിയുണ്ടൊക്കെ എടുത്ത് തിന്നാൻ. അമ്മ അരിയുണ്ടൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ എത്തിച്ചത് നല്ല സ്മെല്ലുണ്ടല്ലോ. ഇങ്ങോട്ട് കൊണ്ടത് അതിൻ്റെ മൂന്നാണ് എൻ്റെ കണ്ടതല്ലേ. എനിക്ക് മനസ്സിലായി എന്താ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പൊ എന്ത് ചെയ്ത് ഇതിന്റെ ഇടയിൽ കൂടെ പോയ പിന്നെ പ്രശ്നമില്ല. വീഡിയോ അല്ലേ മൈക്ക് കൊടുത്തിട്ട് വർത്തനം പറഞ്ഞ നല്ല കോമഡിയാണ്. ചെറിയ ഇഷ്ടമല്ലേ. അപ്പോൾ ഗായ്സ് നമ്മളിതാ എൻ്റെതൊക്കെ കഴിഞ്ഞതാ നമ്മൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. ഞാൻ ബാക്കി ഇത്തിരി പൊടി കൂടി ഉണ്ട്, അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, ഇനി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അവന് ഭയങ്കര പൂതി എന്ത് എനിക്കും ചെയ്യണോ, ഒന്നെങ്കിലും എനിക്കും ചെയ്യണം. മൊത്തമൊക്കെ പൊടി കഴിക്കണം. നന്നായി പണിയെടുക്കാൻ തുടങ്ങി. അതാകട്ടെ എന്തിനാകട്ടെ. അല്ല ഒന്നിട്ട് വന്നാ അമ്മ അച്ഛൻ വായോ അങ്ങനെ നിൽക്ക്, അങ്ങനെയുള്ള പണി പോയാൽ അവിടെ നിൽക്കുക, അവിടെ നിൽക്കാണ് നിൽക്ക്. അല്ല ഇതെന്തത് എന്താ സംഭവം? എന്താ ചപ്പാത്തി വരത്തൊരു ചപ്പാത്തിയാ? ഇതാ ചപ്പാത്തി വരത്ത്. ഇത് രൂപ കണ്ടിട്ട് പണക്ക് എന്താ തോന്നുന്നത്? ഇതാ ഇതിപ്പോ അവിടുന്ന് നോക്കുകയാണെങ്കിൽ ഒരു മാല, ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ മറ്റേ പിരമിഡ് സോറി. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എടാ തെണ്ടി ഈ ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ത്യ മുന്ത്യാന്ന് പറയാൻ നിൽക്കട്ടെ. ഇത് പിന്നെന്താണ്? അവിടെ എൻ്റെ ഭാവനയെ നയിഞ്ഞാടാ. ഭാവനയൊന്നും ഇല്ലടാ. ഭാവനന്ന് അയച്ചെടുത്തോ? അല്ല പിന്നെന്താ പറയല്, ഭാവനെന്ന് പറഞ്ഞാണ് കിട്ടോളാം. മറ്റേ രൂപം മാറ്റി രൂപ ഉണ്ട്. അത് വേറെ സാധനം തരാം. അത് പിടിച്ചാ ഭാവനന്ന് പറഞ്ഞ ഷെഡിയാ. ഇത് ഏട്ടൻ്റെ ഭാവനയിൽ അഴിഞ്ഞ ഷെഡ്. ഇത് ഏട്ടൻ്റെ നമ്മള് ഭക്ഷണത്തിന് കളിയൊക്കെ അല്ല കേട്ടാ.
പിന്നെ എൻ്റെ ഭാവനയിൽ അല്ല ഏട്ടൻ്റെ ഭാവനയിൽ നിന്ന് കഴിഞ്ഞ ഒരു സാധനമുണ്ട്. കഴിഞ്ഞ സാധനം ഇത് സംഭവം എന്താ പറയുക, ഏട്ടൻ പറ്റിയതിന് ബാക്കി പറ്റുക ഏട്ടൻ്റെ ഭാവനയാണ്. ഇതൊക്കെ ആര് പറ്റിയതാണ്? അത് ഞാൻ എനിക്ക് ഷെഡ് ഉണ്ടാക്കാൻ പോലും അറിയില്ലല്ലോ. ചപ്പാത്തി ഉണ്ടാവില്ല. ഇപ്പൊ ഷെഡ് ഉണ്ടാക്കി കളിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ വിശന്നിട്ട് കഴിയും. വേറെ നോക്കിയാൽ അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. പിന്നെ അടുത്ത കലാപരിപാടി പിന്നെ ഏട്ടൻ്റെ പിന്നെ അവർ ഷെഡ് ഉണ്ടാക്കി. ഇനിയിപ്പോ എന്താ ഞാൻ ഇപ്പം മുട്ട ഉണ്ടാക്കി ഇതിപ്പോ ഒന്ന് തിന്നാൻ കഴിയോ? നോട്ടെ. ഉണ്ടാകും ഇങ്ങനെയൊക്കെ കലാപരമായിട്ടൊരു കഴിവില്ല. ഇത് മറ്റേ പെണ്ണെടുത്ത് പറഞ്ഞ മാതിരി എറിയും. നമുക്കിത് സാധാ പോലെ പറ്റാം. നേരെ ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ചപ്പാത്തിയൊക്കെ ഇതിൽ കാണിക്കാൻ പറ്റുന്നുണ്ടോ? പകുതി പോയി പോടുന്നു. നിൽക്ക്. അപ്പം നമ്മൾ ചപ്പാത്തി ചുട്ടിട്ടുണ്ട് ഗൈസ്. കറിയൊക്കെ ഉണ്ട്. ശബ്ദം അത് ശബ്ദമില്ല. പൊടി തട്ട പൊട്ട. അപ്പൊ ഇത് വെച്ചാ ചേട്ടാ സത്യം പറഞ്ഞ കഴിച്ചിട്ട് നിൽക്കാൻ പോയി. അതാണ് സത്യം. കഴിച്ചിട്ട് നിൽക്കാൻ പോയി. ഉപ്പ് കുറച്ച് കൂടി ചേർത്തളരെ പിടിച്ചെന്ന് വീടിക്ക് ഉണ്ടാക്കി. എനിക്ക് കുറച്ച് ഉപ്പ് കുറച്ച് കുറവാണ്. അതാണ് സംഭവം. ഉപ്പ് കൂടി. വേറെ കാര്യമുണ്ട്. വേറെ കാര്യമുണ്ട്. ഈ ചപ്പാത്തി ഇതാ എന്താണ് ഉപ്പ് കൂടെ അങ്ങനെ എന്തൊരു പ്രശ്നം കഴിഞ്ഞാൽ എന്താ ചെയ്യണം? വെള്ളം എടുക്കുക, വെള്ളത്തിൽ കുതിർത്തിയിടുക. അങ്ങനെ ചെയ്യണോണ്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കാണെങ്കിൽ അത് അങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്ത് നോക്കാം. അതുകൂടെ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യുക.